പുതിയ തിയേറ്റർ യുഗത്തിൽ നിർമ്മിക്കുന്ന ഭൂരിഭാഗം തിയേറ്ററുകളും ബാൽക്കണി സമ്പ്രദായം ഇല്ലാതെയോ ബാൽക്കണി ഉള്ള തിയേറ്ററുകൾ പലതും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് തിയേറ്ററുകളോ ഒക്കെ ആക്കി മാറ്റുന്നു. ആ കാലത്താണ് 1974 നിർമ്മിച്ച ഒരു തിയേറ്റർ അപൂർവങ്ങളിൽ അപൂർവമായ രണ്ട് ബാൽക്കണിയുമായി ഇന്നും പ്രദർശനം തുടരുന്നത്. കോട്ടയം അനുപമ തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും M4 സ്വാഗതം. ഞാൻ ജോബിൻ ജെയിംസ്. കോട്ടയം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അനുപമ തിയേറ്റർ പുറമെ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ തിയേറ്റർ ബിൽഡിംഗ് ആണെന്ന് തോന്നും. എന്നാൽ 5 നിലകളുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണിത്. അടിയിലെ 2 നിലകൾ റോഡ് നിരപ്പിന് താഴെ ആയതുകൊണ്ടാണ് തിയേറ്ററിന്റെ യഥാർത്ഥ വലിപ്പം ആദ്യ കാഴ്ചയിൽ മനസ്സിലാകാതെ പോകുന്നതിന് കാരണം. മെയിൻ റോഡിൽ നിന്ന് പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തിയേറ്ററിന്റെ മുൻവശത്ത് പഴയകാല ഒരു ആർട്ട് വർക്ക് ഉണ്ട്. ഇവിടെ വലതുവശത്ത് ആറാട്ടിന്റെ പോസ്റ്റർ ഇരിക്കുന്നിടത്തായിരുന്നു പഴയ ടിക്കറ്റ് കൗണ്ടർ. തിരക്കുള്ള സിനിമകൾക്ക് ആളുകൾ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ നിന്നും റോഡിന്റെ സൈഡിലൂടെ പുറത്തേക്ക് ക്യൂ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ബുക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ വന്നപ്പോൾ അതിന്റെ ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടർ പൊളിച്ചു മാറ്റി. തിയേറ്ററിൽ നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് പ്രീമിയം ബാൽക്കണി ഏരിയയിലേക്കാണ്. അവിടെ ഇടതുവശത്തായാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് കൗണ്ടർ. ഈ ഏരിയയിൽ തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതും. നമുക്ക് ആദ്യം ഫസ്റ്റ് ബാൽക്കണി അഥവാ പ്രീമിയം ബാൽക്കണിയിൽ കയറാം. പിന്നീട് മുകൾ നിലയിലുള്ള അപ്പർ ബാൽക്കണിയും താഴെ നിലയിലുള്ള ഫസ്റ്റ് ക്ലാസ്സും കാണാം. അനുപമ തിയേറ്ററിലെ ഏറ്റവും മികച്ച സീറ്റിംഗ് ഇവിടെയാണ്. പുതിയ മോഡൽ പുഷ് ബാക്ക് സീറ്റുകൾ വളരെ കംഫർട്ടബിളായി സിനിമ ആസ്വദിക്കാൻ സഹായിക്കുന്നവയാണ്. ഇവിടെ ആകെ 149 സീറ്റുകളാണുള്ളത്. ടിക്കറ്റ് ചാർജ് 113 രൂപ. ഞാനിപ്പോൾ ഫസ്റ്റ് ബാൽക്കണിയുടെ ഏറ്റവും പിറകിലെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന സ്ക്രീനിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്യാമറയിൽ ചെറുതായി തോന്നുമെങ്കിലും നല്ല വലിപ്പമുള്ള സ്ക്രീൻ തന്നെയാണ് ഇവിടെ. വളരെ നല്ല ലെഗ് സ്പേസ് ഉള്ള മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ ഇരിക്കാം. ഇനി ഫസ്റ്റ് ബാൽക്കണിയുടെ ഏറ്റവും മുന്നിലായിട്ടൊന്നിരിക്കാം. ബാൽക്കണി ഉള്ള തിയേറ്ററുകളിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും മുൻനിരയിലാണ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് തിയേറ്ററിന്റെ പുറകിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ല സൗണ്ട് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മുടെ മുന്നിൽ മറ്റ് സീറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് സ്ക്രീൻ നന്നായി കാണാനും സാധിക്കും. ഈ പ്രീമിയം ബാൽക്കണിക്ക് നേരെ മുകളിലായാണ് സെക്കൻഡ് ബാൽക്കണി സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിൽ പോയി അവിടുത്തെ സൗകര്യങ്ങളും അവിടെ നിന്ന് ഈ 2 ബാൽക്കണി വ്യൂവും എങ്ങനെയാണെന്ന് കാണാം. പ്രീമിയം ബാൽക്കണിയുടെ ലോഞ്ച് ഏരിയയിൽ നിന്ന് സ്റ്റെയർ കേസ് വഴി താഴേക്ക് ഇറങ്ങി വന്ന് വേണം ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ. ഇവിടെയും പുഷ് ബാക്ക് ടൈപ്പ് നല്ല സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആകെ 472 സീറ്റുകൾ. ടിക്കറ്റ് ചാർജ് 100 രൂപ. ഫസ്റ്റ് ക്ലാസ് സ്ക്രീനിന് മുന്നിൽ ചെന്നു നിന്ന് തിരിഞ്ഞു നോക്കിയാൽ 2 ബാൽക്കണി എന്ന ആ അപൂർവ കാഴ്ച നമുക്ക് കാണാം. സെക്കൻഡ് ബാൽക്കണി താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ ഉയരത്തിലാണെന്ന് മനസ്സിലാകും. അവിടെ നിന്ന് സ്ക്രീനിലേക്കും താഴേക്കുമുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് മുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, ഫസ്റ്റ് ക്ലാസ് സീറ്റുകൾക്ക് പിറകിലായാണ് പ്രൊജക്ടർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പ്രൊജക്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന ബാബു ചേട്ടൻ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയും. എൻ്റെ പേര് ബാബു, ഓപ്പറേറ്ററാണ്. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തെ അനുപമ തിയേറ്ററിൽ പ്രൊജക്ടർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ തിയേറ്റർ അനുപമ തിയേറ്റർ തുടങ്ങിയിട്ട് 48 വർഷത്തിലേറെയായി. ഈ തിയേറ്റർ ഇവിടെ തുടങ്ങിയിട്ട് ഈ തിയേറ്റർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോട്ടയത്തെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ 2 ബാൽക്കണിയുള്ള ഒരേ ഒരു തിയേറ്റർ കോട്ടയത്തെ അനുപമ തിയേറ്ററാണ്. ഇത് തുടങ്ങിയ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണ്, ഈ ബാബു മോൻ മുതൽ ഒക്കെ ഭയങ്കര കളക്ഷൻ വന്നിട്ടുള്ള തിയേറ്ററുകൾ. ഇവിടെയൊക്കെ 305 ദിവസം വരെ ഒരേ പടം തന്നെ ഓടിയിട്ടുണ്ട്. ആകാശദൂതൊക്കെ ഓടുന്ന സമയത്ത് അതുപോലെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും ഒക്കെ ഇഷ്ടം പോലെ പടങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയും പടങ്ങൾ ഇവിടെ 25, 50, 75, 100 അങ്ങനെ ദിവസങ്ങൾ കളിച്ചിട്ടുള്ളതാണ്. ആദ്യകാലത്ത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാനിവിടെ വന്നിട്ട് സിനിമ കണ്ടിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ അന്ന് 75 പൈസയാണ് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുന്നതിന്. അതിൻ്റെ പുറയിലിരിക്കുന്നത് കാണുന്നതിന് 1 രൂപ. പിന്നെ 1.5 2 ഒക്കെ രൂപയായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിനും ബാൽക്കണിക്കും ഒക്കെ ഇവിടുത്തെ ആദ്യകാലത്തെ ചാർജ്. 75 പൈസയ്ക്ക് ഞാനിവിടെ വന്നിരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്. കോട്ടയത്ത് 80കളിൽ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ 42 വർഷത്തോളമായി ഈ സിനിമ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ കുറേ കാലം വിദേശത്തുണ്ടായിരുന്നു. വിദേശത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഇതുപോലൊക്കെ അന്ന് സ്കൂളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ സ്കൂളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വിദേശത്തൊക്കെ സ്കൂളല്ലായിരുന്നു. അത് ഒരു ഒറ്റ പ്രിൻ്റ് കൊണ്ട് തന്നെ പല തിയേറ്ററുകളിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന, പല പ്രൊജക്ട് വഴി കയറി ഇറങ്ങി പല സ്ക്രീനിൽ ഒരേ പ്രിൻ്റ് കൊണ്ട് പടം കളിക്കാൻ പറ്റുന്ന സിസ്റ്റമൊക്കെ ആയിരുന്നു വിദേശത്തൊക്കെ. അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറേ കാലമായിട്ട്
വീണ്ടും തിരിച്ച് നാട്ടിൽ തന്നെ വന്ന് സെറ്റിലായി. ബാർക്കോ 2Kയുടെ ബാർക്കോയാണ് ഞങ്ങളുടെ പ്രൊജക്ടർ. ക്യൂബ് സർവറും ഡോൾബി DTS സൗണ്ട് സിസ്റ്റം, ക്രൗൺ ആണ്, QS ആണ്, QSCയുടെ സ്പീക്കേഴ്സാണ്, ആംപ്ലിഫയർ എല്ലാം QSCയുടെ. 3D ആണ്, 3D പ്രൊജക്ടറാണ്, 3D നല്ല എഫക്റ്റാണ്, സിൽവർ സ്ക്രീനാണ്, 3Dയുടെ സിൽവർ സ്ക്രീനാണ്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി കോട്ടയത്തെ നമ്പർ 1 തിയേറ്ററുകളിൽ ഒന്നാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം എന്ന് പറയാണ്ട് സ്പൈഡർമാൻ ഓടി, പിന്നെ സ്പൈഡർമാനെ, മരക്കാറ്, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൃദയം, ഇതൊക്കെയാണ് നിലവിൽ ലോക്ക്ഡൗണിന് ശേഷം വന്നിട്ടുള്ളതിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ. ഞങ്ങളുടെ അനുഭവത്തിൻ്റെ ഓണർ മുതലാളി എബിസാറാണ്. എബിസാറ് കുറിച്ചൊക്കെ പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു നല്ല ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല സഹകരണവും ജോലിക്കാരോടൊക്കെ നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള മുതലാളിയാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ് ചങ്ങനാശ്ശേരിയിലുള്ള അപ്സര തിയേറ്റർ. മുതലാളിയുടെ തന്നെ തിയേറ്ററാണ് ചങ്ങനാശ്ശേരിയിലുള്ള അപ്സര തിയേറ്റർ. സെയിം സംഭവം, സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെ. കാരണം അതും കുറേ കാലങ്ങളായിട്ടുള്ള ചങ്ങനാശ്ശേരി ആദ്യകാലത്തുള്ള തിയേറ്ററുകളിൽ ഒന്നാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന തിയേറ്ററുകളിൽ നമ്പർ 1 തിയേറ്ററുകളാണ് ചങ്ങനാശ്ശേരിയിലെയും കോട്ടയത്ത് അനുപമ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സഹോദര സ്ഥാപനമാണ്. ഇനി നമുക്ക് അപ്പർ ബാൽക്കണി അഥവാ പ്രിൻസ് ലോഞ്ചിലേക്ക് പോകാം. ഈ സ്റ്റെയർ കയറി ചെല്ലുന്നിടത്താണ് ആ ബാൽക്കണി. അവിടെ നിന്ന് മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോഴുള്ള കാഴ്ച ഏതൊരു തിയേറ്റർ പ്രേമിക്കും മറക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കും. വലിയ സ്ക്രീൻ, അതിന് താഴെ ഫസ്റ്റ് ക്ലാസ്സിലെ നിരനിരയായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റുകൾ. എൻ്റെ ക്യാമറയിൽ ഒറ്റ ഫ്രെയിമിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുതാണ് തിയേറ്റർ. അതുകൊണ്ട് സ്ക്രീനും സീറ്റും കാണാൻ കഴിയുന്ന ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് ബാൽക്കണിയിൽ നിന്നുള്ള തിയേറ്റർ കാഴ്ച ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇവിടുത്തെ സീറ്റുകൾ പഴയ രീതിയിലുള്ളതാണ്. തിയേറ്റർ ഡിസൈൻ ചെയ്ത കാലത്ത് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുക എന്ന ഉദ്ദേശമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനനുസരിച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള സീറ്റുകൾ ഘടിപ്പിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. എന്നാലും പഴയ രീതിയിലുള്ള ആ തിയേറ്റർ സീറ്റുകൾ മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഈ സീറ്റുകളിൽ ഇരുന്നുള്ള സിനിമാസ്വാദനം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഒപ്പം വളരെ പഴയ തിയേറ്ററിൻ്റെ ഉള്ളിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ ആകെ 198 സീറ്റുകളുണ്ട്. ടിക്കറ്റ് ചാർജ് 103 രൂപയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇവിടെ നിന്നുള്ള സിനിമ കാഴ്ചാനുഭവം എങ്ങനെ ഉണ്ടാവും എന്നാണ്. സ്ക്രീൻ എങ്ങനെ കാണുന്നുവെന്ന് ഞാൻ കാണിക്കാം. ഇത് ഏറ്റവും പുറകിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇത് ഏകദേശം സെൻറ്റർ ഭാഗത്തു നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം. ഇത് ഏറ്റവും മുന്നിലിരിക്കുമ്പോൾ ക്യാമറയിൽ ചെറുതായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നല്ല വലിപ്പമുള്ള സ്ക്രീൻ തന്നെയാണ്. എവിടെ ഇരുന്നാലും കൃത്യമായി സ്ക്രീൻ കാണാനും ശബ്ദം കേൾക്കാനും കഴിയുന്ന രീതിയിലാണ് തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് മുൻപുള്ള ട്രെയിലർ പ്രദർശനത്തിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. കോപ്പിറൈറ്റ് ഇഷ്യൂ മൂലമാണ് വീഡിയോയുടെ ശബ്ദമൊന്നും നമ്മൾ കേൾപ്പിക്കാത്തത്, ക്ഷമിക്കുമല്ലോ. നല്ല വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ടുമുള്ള പ്രദർശനം തന്നെയാണ് ഇവിടുത്തെ. കൂടാതെ ആറാട്ട് റിലീസിന് മുമ്പ് സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അത് കൂടുതൽ മികച്ച എക്സ്പീരിയൻസ് നൽകും. ഹൃദയം സിനിമയാണ് ഞാനിവിടെ കണ്ടത്. വളരെ മികച്ച ഒരു തിയേറ്റർ അനുഭവമാണ് എനിക്ക് ലഭിച്ചത്. നല്ല സഹകരണമുള്ള സ്റ്റാഫാണ് തിയേറ്ററിലുള്ളത്. തിയേറ്റർ പ്രേമികളായ പ്രേക്ഷകരോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലെങ്കിലും കോട്ടയം അനുപമയിൽ പോയി സെക്കൻഡ് ബാൽക്കണി അതല്ലെങ്കിൽ അപ്പർ ബാൽക്കണി ഇരുന്നൊരു സിനിമ കാണണം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നല്ല അനുഭവം തന്നെയാവും അത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരക്കുള്ളപ്പോൾ മാത്രമാണ് സെക്കൻഡ് ബാൽക്കണി ഓപ്പൺ ആക്കൂ. ആറാട്ട്, RRR പോലെയുള്ളവയാണ് അടുത്ത റിലീസ്. തീർച്ചയായും ആ സമയത്ത് തന്നെ പോയി കാണുവാൻ ശ്രമിക്കുക. അനുപമയിൽ സിനിമ കണ്ടിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വ്യത്യസ്തമായ തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുമല്ലോ. സാധിക്കുമെങ്കിൽ നമുക്ക് അവിടെയും വന്ന് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.